നമസ്കാരം. കുമാറേ, നമ്മുടെ ഈ മുഖ്യമന്ത്രിക്ക് ഹിന്ദുക്കളോട് എന്താണ് ഇത്ര വിരോധം? ഒരു 2018 ആദ്യ പിണറായി കാലത്താണ് ശബരിമലയുടെ പേരും പറഞ്ഞ് അദ്ദേഹം ഹിന്ദുക്കളെ മുഴുവൻ വെറുപ്പിച്ചത്. ഇപ്പോഴിതാ ഒരാവശ്യവുമില്ലാതെ ഇക്കഴിഞ്ഞ ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഉദ്ഘാടന വേളയിൽ അദ്ദേഹം നടത്തിയ ഒരു പരാമർശം, അതായത് ക്ഷേത്രത്തിലേക്ക് കടക്കുന്ന ആരും വസ്ത്രങ്ങൾ ഊരാതെ വേണം ക്ഷേത്രത്തിലോട്ട് കയറാൻ. ഇത് കേൾക്കുന്ന മാത്രയിൽ കുമാറിന് എന്താണ് തോന്നിയത്? വസ്ത്രം ധരിക്കുന്ന ഒരാൾ വസ്ത്രം ഊരാതെ കയറണമെന്ന് പറയുമ്പോൾ നഗ്നനായി കയറണം എന്നാണോ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത്? അല്ല, മുഖ്യമന്ത്രി ആ ഒരു അർത്ഥം വരുന്ന ഭാഷയിലാണ് പറഞ്ഞത്. അതായത് വസ്ത്രം ഊരി ക്ഷേത്രത്തിനകത്ത് കടക്കുന്ന, അല്ലെങ്കിൽ വസ്ത്രം ഊരിയാലേ ക്ഷേത്രം ദർശനം നടക്കൂ എന്ന ആചാരം മാറണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും അദ്ദേഹം ഷർട്ട് ഊരുന്ന കാര്യമാണ് ഉദ്ദേശിച്ചത്. അത് ഇങ്ങനെ പറഞ്ഞത് ബോധപൂർവമാണ്. അതായത് വസ്ത്രം ഊരി അകത്ത് കടക്കുക എന്നൊക്കെ പറഞ്ഞാൽ നഗ്നരായി അകത്ത് കടക്കുക എന്നാണ് അർത്ഥം. അങ്ങനെ പോകുന്ന ഒരു സ്ഥാനമാണ് ക്ഷേത്രം എന്ന് വരുത്തി തീർക്കാൻ ഒരു കളിയാക്കലിൻ്റെയും ഒരു നർമ്മം കലർത്തിയിട്ടൊക്കെയാണ്. അത് ശുദ്ധമായ നർമ്മമല്ല, മറ്റ് ഉദ്ദേശങ്ങളോടുകൂടിയുള്ള നർമ്മം കലർത്തിയുള്ള ഒരു വാക്യമാണ് അദ്ദേഹം പറഞ്ഞത്. അത് അങ്ങേയറ്റം ഹിന്ദു വിരുദ്ധവും ക്ഷേത്രവിരുദ്ധവുമാണ്. പലരെയും പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പറഞ്ഞതുമാണ്. പക്ഷേ നമ്മൾ ഈ കേരളത്തിലെ പത്രങ്ങൾ വായിക്കുന്ന എല്ലാവർക്കും അറിയാം, ഈ കഴിഞ്ഞ ഒരു വർഷം 2024 അവസാനിക്കുമ്പോൾ കേരളത്തിലെ മദ്രസകളിൽ ആൺകുട്ടികളും പെൺകുട്ടികളുമായി പീഡനത്തിലേർപ്പെട്ട 100-ലധികം കേസുകൾ നമ്മൾ ഈ കഴിഞ്ഞ ഒരു വർഷം തന്നെ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചു. ഇതിൽ ഒട്ടനവധി മദ്രസ അധ്യാപകർ ശിക്ഷിക്കപ്പെട്ടു. വെറും ശിക്ഷയല്ല, 60 വർഷം, 80 വർഷം, 100 വർഷം എന്നിങ്ങനെ കടുത്ത കുറ്റത്തിനാണ് ഈ പല മദ്രസ അധ്യാപകരും ശിക്ഷിക്കപ്പെട്ടത്. അല്ല കുമാറേ, നമ്മൾ ഈ അമ്പലത്തിന്റെ കാര്യം പറയുമ്പോൾ മദ്രസ അതിന്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ അല്ല, അതെങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റും? അങ്ങനെയാണല്ലോ ഈ പിണറായിയെ സ്തുതിക്കുന്നവരെല്ലാം അങ്ങനെയാണ് പറയുന്നത്. എങ്ങനെ നമ്മൾ ഈ കാര്യം പറയുമ്പോൾ, ക്ഷേത്രത്തിന്റെ കാര്യം പറയുമ്പോൾ ക്ഷേത്രത്തിന്റെ കാര്യം മാത്രം പറയുക, പള്ളിയുടെ കാര്യം പറയുമ്പോൾ പള്ളിയുടെ കാര്യം പറഞ്ഞാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷെ അതല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. ഇത് പണ്ട് സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ വലിയ പ്രശ്നമായിരുന്നു. അത് സുരേഷ് ഗോപി അത് വലിയ പ്രശ്നമായി. അതല്ല, ഇപ്പോ ഈ പള്ളികളിൽ എന്ന് പറഞ്ഞാൽ മദ്രസകളിൽ, അത് മദ്രസകളിലോ ക്ഷേത്രങ്ങളിലോ അമ്പലങ്ങളിലോ എവിടെയോ നടന്നോട്ടെ, പക്ഷെ കുട്ടികൾ, പിഞ്ചു കുട്ടികൾ മതപഠനത്തിനായി പോകുന്ന സ്ഥലത്ത് കേരളത്തിൽ 1-2 ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ ശരി, അത് സർക്കാരിന്റെ സവിശേഷ ശ്രദ്ധ പതിയേണ്ടതില്ല. പക്ഷെ ഒരു വർഷം 100-ലധികം കേസുകൾ ഇങ്ങനെ വരുന്നു. നിരവധി സാമൂഹിക വിപത്തായി മാറുന്നു. ആണും പെണ്ണും എന്ന വ്യത്യാസമില്ലാതെ ഇവർ പീഡിപ്പിക്കപ്പെടുന്നു. 2 കുട്ടികളോ മറ്റോ എനിക്ക് തോന്നുന്നു മരണപ്പെട്ടിട്ടുണ്ട്. ആത്മഹത്യയാണെന്ന് പറയുന്നു. ഒന്ന് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്ത് അടക്കം ആ പെൺകുട്ടിയെ അവിടെ ദുർഗുണ പരിഹാര പാഠശാല പോലെ ആക്കിയതാണ്. ആ കുട്ടി ഏതോ ഒരു യുവാവിനെ പ്രണയിച്ചു എന്നതിൻ്റെ പേരിലാണ് അവിടെ പോയി ആ പ്രണയബന്ധത്തെ ഇല്ലാതാക്കാനായി തല്ലി പഠിപ്പിക്കുന്നതും മറ്റുമൊക്കെ ചെയ്തത്. അതിനിടയിൽ ആ കുട്ടി മരിച്ച നിലയിൽ കാണപ്പെടുകയാണ് ചെയ്തത്. ഈ കേസ് നമ്മുടെ പോലീസ് ക്ലോസ് ചെയ്തത് ഈ കുട്ടിയുടെ കാമുകനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടതിനുകൊണ്ടാണ്. ഈ കുട്ടി പഠിച്ച മതപാഠശാലയിലെ അധ്യാപകരോ അതുമായി ബന്ധപ്പെട്ട ആളുകളോ ഒന്നും ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇങ്ങനെ 2 കുട്ടികൾ മരിക്കുന്നു, നിരവധി കുട്ടികൾ പീഡനത്തിന് ഇരയാകുന്നു, മാത്രമല്ല നിരവധി അധ്യാപകർ ശിക്ഷിക്കപ്പെടുന്നു. ഒരു വലിയ സാമൂഹിക വിപത്തായി. അത് ഒരിടത്തല്ല, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ഒരു സാമൂഹിക വിപത്ത് എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയെ പോലെയുള്ള ആളുകളുടെ സവിശേഷ ശ്രദ്ധ പതിയേണ്ട വിഷയമാണത്. അങ്ങനെയാണെങ്കിലേ കുമാരേ, ഈ മുഖ്യമന്ത്രി ഇപ്പോൾ ഈ പറഞ്ഞ രീതിക്കാണ് മുഖ്യമന്ത്രി ഇതിൻ്റെ ഒരു സജീവ പരിഷ്കരണം, ഒരു നവോത്ഥാനത്തിന്റെ പാതയിലാണെങ്കിൽ, ഒറ്റ ചോദ്യം, അദ്ദേഹം സ്വന്തം മരുമകനെയും കൂട്ടി പൊന്നാനിയിലേക്കൊന്ന് പോകണം. അവിടെയാണല്ലോ ഈ സുന്നത്ത് കർമ്മം നടക്കുന്നത്. അതും ഒരു അർത്ഥത്തിൽ ഒരു ക്രൂരതയാണ്, ഇല്ലേ? ഏതെന്നറിയാത്ത ഒരു പ്രായത്തിൽ ഒരു ആൺകുട്ടിയുടെ ശരീരത്തിൽ, അവന്റെ ഒരു അവയവത്തിൽ ഒരു ഭംഗം വരുത്തുകയാണ്. ഒരു ആചാരത്തിന്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാളും അതൊരു വിപത്താണ്. അതൊരു സാമൂഹിക വിപത്താണ്. ഒരാളിനെ ദ്രോഹിക്കുകയാണ്, ഒരാളുടെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയാണ്. അപ്പൊ അതൊക്കെ കണ്ണടച്ചുകൊണ്ട് ഈ പറയുന്ന, ഇദ്ദേഹത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വസ്ത്രം ഊരി മാറ്റിക്കൊണ്ടുള്ള ക്ഷേത്രപ്രവേശനം, ഇത് മാത്രം എങ്ങനെ വലിയ കുറ്റമാകും? അതും സനാതന ധർമ്മത്തിനെതിരെ അങ്ങനെ ഒരു വാക്കും അദ്ദേഹം പ്രയോഗിച്ചു. അതെ, അത് ഈ ഗുരുവിന്റെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഗുരു സനാതന ഹിന്ദുത്വത്തിന്റെ ഭാഗമല്ല എന്ന നിലയിലാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അത് സനാതന ധർമ്മം എന്നാൽ വർണ്ണാശ്രമമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ധാരണ. ആ ധാരണ അനുസരിച്ച് അദ്ദേഹം പറഞ്ഞു. പക്ഷെ എന്തായാലും മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഹിന്ദുക്കളെ ഒന്നാകെ കയറി ആക്രമിക്കുന്നത്
സ്വന്തം മന്ത്രിസഭയിലെ ഹിന്ദുക്കൾക്ക് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതിന് വ്യക്തമായ ഒരു തെളിവാണ് മന്ത്രി ഗണേഷ് കുമാറിന്റെ ഇന്നത്തെ ഒരു പ്രസ്താവന. അതെ, അദ്ദേഹം വളരെ ശക്തമായി തുറന്നടിച്ചിട്ടുണ്ട്. ഇത് മുഖ്യമന്ത്രി ഉപദേശിക്കേണ്ട ഒരു കാര്യമല്ല, ഇത് തന്ത്രി പോലും അല്ല ഈ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത്. തന്ത്രി എന്താണ്? തന്ത്രി ശരിക്കും ആചാരാനുഷ്ഠാന സംബന്ധമായ ക്ഷേത്രത്തിന്റെ പൂജാ സംബന്ധമായ കാര്യങ്ങളുടെ അവസാന വാക്ക് തന്ത്രിയാണ്. അതുമായി ബന്ധപ്പെട്ട അതുപോലും തന്ത്രി ഇപ്പം നേരെ പ്രവർത്തനം ചെയ്യുന്നില്ല. ഗുരുവായൂരത്തെ കാര്യമൊക്കെ നമുക്കറിയാം. ഉദയാസ്തമന പൂജയുടെ കാര്യത്തിലൊക്കെ തന്ത്രിയുടെ ആ ഒരു ഭിന്നാഭിപ്രായം വച്ചിട്ടാണ് പലരും അത് മുതലെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൂജാതി കാര്യങ്ങളിലാണ് തന്ത്രിയുടെ ഒരു വാക്കിന് ഒരു അന്തിമ വിലയുള്ളത്. പക്ഷേ ഇത് ഓരോ ക്ഷേത്രങ്ങളും അവരുടെ നിയമസംഹിതകളുണ്ട്, ഓരോ ക്ഷേത്രത്തിൻ്റെയും ജൂറിസ്ഡിക്ഷൻ. അപ്പോൾ അത് പ്രകാരം ആ ക്ഷേത്രം പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്? ആ ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്ന ഭക്തൻ, അവിടുത്തെ മൂർത്തിയുടെ ഭാവം അല്ലെങ്കിൽ അവിടുത്തെ പ്രതിഷ്ഠാഭാവം, ആ ക്ഷേത്രത്തിൻ്റെ ഒരു പൗരാണികത, അതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യം, ഐതിഹ്യം, ഇതെല്ലാം ബന്ധപ്പെട്ടുകൊണ്ടാണ് അതാത് ക്ഷേത്രങ്ങളുടെ ഒരു നിയമസംഹിത. ആ ക്ഷേത്രത്തിൻ്റെ ആരാധന എങ്ങനെ വേണം, അവിടുത്തെ പ്രവേശനം എങ്ങനെയാണ്, ഇതൊക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആ രീതിക്കാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ചില പുരാതന കാലം, പണ്ടൊന്നും ആരും ഷർട്ടൊന്നും ധരിക്കാറില്ല. അങ്ങനെ എല്ലാവരും ഒരു കുളിച്ച് ഈറനണിഞ്ഞ്, ആ ഈറനണിഞ്ഞു പോയതിനെയും ശ്രീമതി ടീച്ചറിനെ പോലുള്ളവർ പണ്ട് കളിയാക്കിയതൊന്നും ഹിന്ദുക്കൾ മറന്നിട്ടില്ല. ശബരിമല ഇത് അമ്പലത്തിൽ പോകുന്നത് കളിയാക്കൽ മാത്രമല്ല നമ്മൾ ഈ ഇതിന്റെ ടൈറ്റിലിൽ പറഞ്ഞതുപോലെ ഇവരുടെയൊക്കെ ലക്ഷ്യം ഈ മേൽവസ്ത്രമൊന്നും അല്ല, അതിനും അപ്പുറം കടന്ന് ഈ ക്ഷേത്രത്തിനുള്ളിൽ നിൽക്കുന്ന പൂജാരിമാരുടെ പൂണൂൽ പൊട്ടിച്ചെറിയുക. അതുകൊണ്ടാണ് ഇവർ ബ്രാഹ്മണ്യത്തിന്റെ ആധിപത്യം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പ്രയോഗിക്കുന്നത്, അല്ലേ? ബ്രാഹ്മണാധിപത്യം. അപ്പൊ ആ ബ്രാഹ്മണാധിപത്യം ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഇവർ പറയുന്നുണ്ട്. അതിനെ ഒരു സാമൂഹിക ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഒരു വിപ്ലവകരമായ ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി അത് പൊട്ടിച്ചെറിയുക എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ഒരു അന്തിമ ഫലം എന്തെന്ന് വെച്ചാൽ സമീപഭാവിയിൽ തന്നെ ഈ കോർപ്പറേഷൻ ജീവനക്കാരെ പോലെ അല്ലെങ്കിൽ പോലീസ് ജീവനക്കാരെ പോലെ കാക്കിയും അണിഞ്ഞു നിൽക്കുന്ന പൂജാരിമാരെയൊക്കെ നമുക്ക് കാണേണ്ടി വരും. അതായത് സർക്കാർ ജീവനക്കാരാണല്ലോ ദേവസ്വം ബോർഡിലെ സ്റ്റാഫുകൾ. അവർക്ക് ഇപ്പം രാവിലെ കോർപ്പറേഷനിൽ വരുന്ന തൊഴിലാളികൾ അവർ യൂണിഫോം ധരിച്ച ശേഷമേ അവർക്ക് ഡ്യൂട്ടിയിൽ കയറാവൂ. അതുപോലെ തന്നെ ഇനി മുതൽ അമ്പലത്തിനുള്ളിൽ നിൽക്കുന്ന പൂജാരിമാർ രാവിലെ കാക്കിയും ഇട്ട് പൂജയ്ക്ക് കയറേണ്ട ഒരു ഗതികേട് വരുമോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് പറയാൻ കാര്യം, ഈ ഒരു മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന വന്നപ്പോൾ പുരോഗമന ചിന്താഗതിക്കാരെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു കൂട്ടം ഹിന്ദുക്കൾ, അവർ ഈ ഒന്നിലും പെടാത്ത ഹിന്ദുക്കളാണ്. ഈ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് അവർക്ക് ഈ ന്യായീകരിച്ചിട്ട് കാര്യമൊന്നും ഇല്ല എന്ന് തോന്നുന്നത് കൊണ്ട് ഈ മുഖ്യമന്ത്രി പറഞ്ഞത് വലിയ പുരോഗമനമായ ഒരു കാര്യമാണ്. നമ്മൾ എന്തുകൊണ്ട് അതിനനുസരിച്ചൊരു മാറ്റത്തിന് ശ്രമിച്ചുകൂടാ? ഈ മാറ്റത്തിന് ശ്രമിക്കുന്നതിനല്ല, മാറ്റം വേണ്ടതിന് മാറ്റം വേണം. അത് അങ്ങനെ തന്നെയാണ് നമ്മളും പറയുന്നത്. പക്ഷേ ഇതൊക്കെ സമ്മതിച്ചു കൊടുത്താൽ നടക്കാൻ പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറം ഭീകരമായ ഒരു അവസ്ഥയാണ്. ഈ പറഞ്ഞതുപോലെ മേൽശാന്തിമാരൊക്കെ ഡ്രസ് കോഡ് അടിസ്ഥാനമാക്കി യൂണിഫോമൊക്കെ ഇട്ട് നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അതൊക്കെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മതപരമായ ചടങ്ങുകൾ വലിയ സാമൂഹിക പ്രശ്നങ്ങളാകുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. മതപരമായെന്ന് പറഞ്ഞാൽ പലപ്പോഴും ആചാരങ്ങളല്ല അനാചാരങ്ങളായി മാറുന്നു. ഇപ്പോൾ സതി പോലുള്ള അനാചാരങ്ങൾ അതൊരു സാമൂഹിക പ്രശ്നമായി, സാമൂഹിക വിപത്തും, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ഇതെല്ലാം മനുഷ്യത്വത്തിന് നേരെ ഉയർന്നു വന്ന ചില അനാചാരങ്ങളാണ്. അതെല്ലാം ഒഴിവാക്കാനുള്ള നരബലി ഇതെല്ലാം ഒഴിവാക്കാനുള്ള, അങ്ങനെ ക്ഷേത്ര കേന്ദ്രീകൃതമായ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് നടന്ന ഒട്ടനവധി സാമൂഹ്യ വിപത്തുകൾ ഉണ്ടായിരുന്നു നമ്മുടെ പുരാതന കാലത്ത്. അതൊക്കെയും പാടെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒഴിവാക്കാനുള്ള കരുത്തുണ്ട് എന്ന് തെളിയിച്ച ഒരു സമൂഹമാണ് ഹിന്ദു സമൂഹം. ആ സമൂഹത്തിലാണ് വീണ്ടും ആചാരങ്ങളെ കേരളം ഏറ്റവും കൂടുതൽ ഇന്നും പറയുന്ന ഒരു സ്മാർത്ഥ വിചാരം, അതും ഈ പറഞ്ഞതുപോലെ വലിയ വിപ്ലവങ്ങൾക്ക് വഴിവെച്ച ഒരു സംഭവമാണ്. അതുപോലും മാറ്റി നിർത്തപ്പെട്ടു നമ്മൾ, അല്ലെ? അത്രത്തോളം ഒരു നവീകരണ സ്വഭാവം കാണിക്കുന്ന സമൂഹത്തോടാണ് ഇത്തരത്തിലുള്ള ചില വ്യാഖ്യാനങ്ങൾ. ഇപ്പോ ഷർട്ടിടാതെ അകത്ത് കയറുന്നത്, വസ്ത്രം ഇടാതെ അകത്ത് കയറുന്നത് ഈ അകത്തിരിക്കുന്ന പൂജാരിക്ക്, ബ്രാഹ്മണന് വരുന്നയാള് എന്നെ പൂണൂലുണ്ടോ എന്ന് അറിയാനാണ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഇതൊക്കെ ഒരു വ്യാഖ്യാനമാണ്. പക്ഷേ അങ്ങനെ അല്ല എന്ന് എല്ലാവർക്കും അറിയാം. മാത്രമല്ല അത് അശ്ലീലമായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യും. അതെ, മാത്രമല്ല ഈ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പ്രശസ്തമായ പല ക്ഷേത്രങ്ങളും ഒഴിച്ചു നിർത്തിയാൽ നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ തൊഴാൻ വരുന്നവരുടെ ഫുൾ ഡീറ്റെയിൽസ് എന്തായാലും ശാന്തിമാർക്ക് അറിയാമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അയാൾ ബ്രാഹ്മണനാണോ ബ്രാഹ്മണനല്ലേ എന്നൊന്നും നോക്കേണ്ട കാര്യം അയാൾക്കില്ല. മാത്രമല്ല മറ്റു മതങ്ങളിലുള്ളതുപോലെ ഈ വരുന്ന ഭക്തരിൽ സ്വാധീനം ചെലുത്തേണ്ട ആവശ്യം ഈ പറയുന്ന പുരോഹിതനില്ല. ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ പള്ളിയിലെ അച്ഛന് ഇടവകളിലെ കുടുംബങ്ങളുമായി എത്രമാത്രം ഇടപഴകുന്നുണ്ട്, അദ്ദേഹം
അദ്ദേഹം എത്രമാത്രം സ്വാധീനം ചെലുത്തുന്ന വ്യക്തിയാണ് എന്നൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിൽ അങ്ങനെ ഒരു ഇടപഴകൽ ഒരുപക്ഷെ ഹിന്ദു ക്ഷേത്രങ്ങളിലെ പുരോഹിതന്മാർക്കില്ല. അതുകൊണ്ട് തന്നെ അയാൾ ബ്രാഹ്മണനായാലോ അയാൾ വൈശ്യനായാലോ ശൂദ്രനായാലോ ഈ പുരോഹിതന്മാർക്ക് അത് ബാധകമേ അല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ക്ഷേത്ര പ്രവേശന നിഷിദ്ധമൊന്നും ഒരിടത്തും ഇല്ല. എല്ലാ ക്ഷേത്രങ്ങളും എല്ലാവർക്കും. അപ്പോൾ അയിത്തവും അതുപോലെ തന്നെ ഉച്ചനീചത്വങ്ങളെല്ലാം അവസാനിച്ചു കഴിഞ്ഞു. പഴയ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകളിലേക്ക് നമ്മൾ ഇനി അനാവശ്യമായി വലിച്ചുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഈ പൂണൂലിനെ ആ ഒരു മുദ്രയായി കൽപ്പിച്ചുകൊണ്ട്, അതായത് പഴയ അയിത്തത്തിന്റെ ചിഹ്നമായി കൽപ്പിച്ചുകൊണ്ട് ഇനിയും പൂണൂല് കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പൂണൂൽ ഇട്ടിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഷർട്ട് ഊരാൻ പറയുന്നത് എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരികയാണ്. ഇത് ഹിന്ദു വിരുദ്ധതയാണ് അതിന് പിന്നിലുള്ളതെന്ന് വളരെ വ്യക്തമാണ്. ഇവിടെ ഒരു ഡിവൈഡ് ഉണ്ടാക്കുക, എന്തായാലും ഇങ്ങനെ ഒരു ചൂണ്ട ഇടുമ്പോഴത്തേക്കും ആ ഒരു സമൂഹത്തിൽ നിന്ന് തന്നെ പലരും അതിൽ കൊത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഡിവൈഡ് ഉണ്ടാക്കി അല്ല, ഈ നമുക്കറിയാം ഈ ശബരിമല പ്രക്ഷോഭ വേളയിൽ അന്ന് ഉണ്ടായ ഒരു ഹിന്ദു ഏകീകരണമുണ്ട് അല്ലെ, ഒരു കൺസോൾട്ടേഷൻ. അത് തന്നെയാണ് ഒരു പക്ഷെ പിന്നീട് ഇങ്ങോട്ട് പിണറായി സർക്കാരിനെ നിലക്കി നിർത്തിയത്. അതും കൂടി ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ കയറി കട്ടുമുടിക്കുക മാത്രമല്ല പല രീതിയിൽ ഹൈന്ദവർക്ക് നേരെയുള്ള കടന്നുകയറ്റങ്ങൾ ഒരുപാട് ഉണ്ടാകുമായിരുന്നു. അത് നിസ്സംശയം എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതിൽ വരുമ്പോൾ അതൊന്നുകൂടി പ്രകടമാണ്. ഈ കുമാരൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയും പോലെ ഹിന്ദുക്കളെ ഭിന്നിക്കാൻ എന്തെങ്കിലും ഒരു സാധനം വേണമല്ലോ. ഈ പൂണൂൽ ഒരു മുദ്രയാക്കി എടുത്തുകൊണ്ട് അതിനെ ഒരു പ്രതീകമാക്കി എടുത്തുകൊണ്ട് അത് വച്ച് വിഘടിപ്പിക്കുക എന്നുള്ള ഒരു നയം. പക്ഷെ അത് ഭൂരിപക്ഷവും അതിനെതിരാണ്, അത് അംഗീകരിക്കുന്നുമില്ല. അല്ല, അത് മാത്രമല്ല, ഇപ്പൊ രാഹുൽ ഗാന്ധി ഈ ജാതി സെൻസസ് എന്നൊക്കെ പറഞ്ഞ് ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്തുന്നുണ്ടല്ലോ. അതിന് സമാനമാണ്. അത് ആദ്യം തുടങ്ങി വെച്ചത് ഈ കമ്മ്യൂണിസ്റ്റുകളാണ്. അതായത് ഈ അയിത്താചരണത്തിൻ്റെതായ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഹിന്ദു ഐക്യത്തെ ഇല്ലാതാക്കുക എന്ന ദൗത്യമാണ് ഇപ്പോൾ. കാരണം ഹിന്ദുക്കൾ യോജിച്ച് ഒരു പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ അവരുടെ രാഷ്ട്രീയമായ പല ഉദ്ദേശങ്ങളും നടക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം ഓരോ കാലഘട്ടത്തിലും ഓരോ വിഷയം ചർച്ചയ്ക്ക് വെച്ചാൽ പലരും പഴയ വിഷയങ്ങളിലേക്ക് പോകും, പലരും ജാതീയമായ ഉച്ചനീചത്വങ്ങളിലേക്ക് പോകും, ബ്രാഹ്മണ്യത്തിന്റെ അന്നത്തെ മുഖത്തിന്റെ ഒരു ഭാവം വരും. അതൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അന്ന് ഞാൻ അനുഭവിച്ചതല്ലേ ഇന്ന് അവൻ അനുഭവിക്കട്ടെ എന്നൊരു ചിന്ത ഇന്നത്തെ തലമുറയിൽ എപ്പോഴും കെടാതെ സൂക്ഷിക്കുക. ഇതാണ് ഈ ഒരു ചർച്ചകളുടെയൊക്കെ ഒരു ഉദ്ദേശം. ഈ ശബരിമല അത് കാട്ടുജാതിക്കാരുടെ അല്ലെങ്കിൽ നമ്മുടെ വനവാസി സമൂഹത്തിൻ്റെതാണെന്നും അവിടേക്ക് ഈ പറയുന്ന തന്ത്രി ഉണ്ടായതാണ് എന്നൊക്കെ പറയുന്നതെല്ലാം അതിൻ്റെ ഒക്കെ ഉദ്ദേശം അത് തന്നെയാണ്. സത്യത്തിൽ ഇവിടെ ആരും വസ്ത്രം ഊരിയിട്ടല്ല അകത്ത് കയറുന്നത്, വസ്ത്രം ധരിച്ചാണ് അകത്ത് കയറുന്നത്. ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിലെ വസ്ത്രം ഉപേക്ഷിച്ച് പരമ്പരാഗത വസ്ത്രം ധരിച്ച് അകത്ത് കയറുന്നു. അത് പരമാവധി എത്രത്തോളം ഇന്നത്തെ സമൂഹത്തിൽ, അതായത് അവനവന്റെ ഈ ഉടുത്തുകെട്ടലുകൾ അഴിച്ചു വെച്ചുകൊണ്ട്, ഈ ഒരു പൊയ് മുഖം അഴിച്ചു വെച്ചുകൊണ്ട് യഥാർത്ഥ മുഖത്തോടെ അല്ലെങ്കിൽ യഥാർത്ഥ ദേഹത്തോടു കൂടി അകത്തേക്ക് കിടക്കുന്നു. ഈ ഷർട്ടും ബനിയനും ഒക്കെ എപ്പോൾ വന്നിട്ടുള്ളതാണ്. അതിന് മുന്നേ തന്നെ ഈ പറയുന്ന ആചാരം അനുസരിച്ച് പുരുഷന്മാർ പോവുക മുണ്ടും മേൽമുണ്ടും അണിഞ്ഞുകൊണ്ടാണ്. ഭഗവാനെ കാണുമ്പോൾ മേൽമുണ്ട് അണിഞ്ഞ് ബഹുമാന പുരസ്സരം അവർ അരയിൽ കെട്ടുമായിരുന്നു. അതാണ് പരമ്പരാഗതമായ ക്ഷേത്ര ദർശനം. അത് ഇന്നത്തെ ക്ഷേത്ര ദർശനത്തെ നമുക്ക് എത്രത്തോളം പരമ്പരാഗതമാക്കാൻ കഴിയുമോ അത്രത്തോളം പരമ്പരാഗതമാക്കി നടത്തുക. അതാണ് ഈ ഷർട്ട് ഊരലിന്റെ ഉദ്ദേശം. അത് പ്രാദേശികമായി ഓരോ ക്ഷേത്രത്തിലും നമ്മുടെ അമ്പലത്തിൽ എങ്ങനെ വേണമെന്ന് നമ്മൾ കൂട്ടായിരുന്ന് തീരുമാനിക്കുന്നു. അല്ലാതെ ഒരു നിയമവുമില്ല. അവിടെ ഒരു പുറത്തു നിന്നൊരാൾ ചെല്ലുമ്പോൾ അതനുസരിക്കേണ്ടി വരുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ. ഇതൊരു സാമൂഹിക വിപത്തല്ല, നിയമപരമായ പ്രശ്നങ്ങളില്ല, ഭരണഘടനാ വിരുദ്ധതയില്ല, ആരെയും ദ്രോഹിക്കുന്നില്ല. കൊച്ചു കുട്ടികളെ 18 വയസ്സ് തികയുന്നതിന് മുമ്പ് ശരീരഭാഗം മുറിച്ചു കളയുന്ന സമ്പ്രദായമില്ല. യാതൊരു പ്രശ്നവുമില്ല. പലപ്പോഴും ചില ആരാധനാലയങ്ങളിൽ കൃത്യമായി പോയിട്ടില്ല എങ്കിൽ ഇന്നും പല മതവിഭാഗങ്ങളിലും അവരുടെ വിവാഹ സർട്ടിഫിക്കറ്റ് ആ മതത്തിൽ നിന്ന് കൊടുക്കാറില്ല. ഈ കേരളത്തിലെ നിയമം അനുസരിച്ച് ചില വിഭാഗങ്ങൾക്ക് സംവരണ ആനുകൂല്യങ്ങളുണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന് ആ മതത്തിന്റെ പുരോഹിതനാണ് അത് എഴുതി നൽകേണ്ടത്. കൃത്യമായി ആ ആരാധനാലയത്തിൽ പോകുന്ന വ്യക്തിയല്ല എങ്കിൽ അയാൾക്ക് ആ സംവരണം നിഷേധിക്കപ്പെടുകയാണ്. ഇങ്ങനെ പല സമ്പ്രദായങ്ങളും നിയമപരമായ കുരുക്കുകൾ ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി അനാവശ്യമായി ഈ ഒരു പ്രശ്നത്തിലേക്ക് തലയിടുന്നത്. ആ പ്രശ്നമൊന്നും പരിഹരിക്കാനുള്ള കഴിവ് ഈ മുഖ്യമന്ത്രിക്കില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടുന്നത്. ആ കൈകളിൽ ശബരിമലയിൽ കൈകടത്തിയതിൻ്റെ അതേ പൊള്ളലുകളുണ്ട്.
അതേ ഭാവം തന്നെയാണ്. പക്ഷേ ഇന്ന് അവർക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നാണ് ഗണേഷ് കുമാറിന്റെ പ്രസ്താവന സൂചിപ്പിക്കുന്നത്. നോക്കണം, ഇന്ന് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഏകാധിപതിയെ പോലെയാണ്. പാർട്ടിക്കുള്ളിൽ എതിരഭിപ്രായം പറയാൻ ആരുമില്ല, മുന്നണിക്കുള്ളിൽ എതിരഭിപ്രായം പറയാൻ ആരുമില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ശ്രീമാൻ ഗണേഷ് കുമാർ ഇന്ന് മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തെ പാടെ തള്ളിക്കൊണ്ട് ആചാരങ്ങൾ പാലിക്കാൻ കഴിവുള്ളവർ മാത്രം ക്ഷേത്രത്തിൽ പോയാൽ മതി എന്ന ഒരു നിലപാടെടുക്കുന്നത്. കാരണം കുറച്ചു കാലങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഇതൊക്കെ എതിർക്കേണ്ടതാരാ? RSSും BJPയും ഹിന്ദു സംഘടനകളുമാണ്. ഇന്ന് മറ്റുള്ളവരും ഇത്തരം എതിർത്തിരിക്കുന്നു എന്നുള്ളത് അതാണ് നമുക്കിതിന്റെ ഒരു വാലറ്റമായി പറയാനുള്ളത്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ മുഖ്യമന്ത്രിയൊക്കെ പലയിടത്തും പല പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുള്ളത്, ഇട്ടിരുന്ന പൂണൂല് വലിച്ചെറിഞ്ഞ് കമ്മ്യൂണിസത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു പാരമ്പര്യമുള്ള പാർട്ടിയാണ് ഇതെന്നുള്ളത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഈ പോയ പൂണൂലിനെ എങ്ങനെയും തിരിച്ചു പിടിച്ച് ഹിന്ദുവാണെന്ന് സ്വാഭിമാനത്തോടെ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് ഇന്ന് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ പിണറായി ഭയക്കണം, ഒരുപാട് ഭയക്കണം. അതെ, പഴയ നിലമല്ല ഇത്. അതെ. നമസ്കാരം. നമസ്തേ. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.